പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു. ഞാനിപ്പോ നിൽക്കുന്നത് ഗോപാലപുരം എന്ന സ്ഥലത്താട്ടാ. ഇന്നലെ രാത്രി ഞാനിവിടെ എത്തി. ഇനി നമ്മുടെ യാത്രയിൽ ചെറിയൊരു മാറ്റം വരുത്തി. ഇനി നമ്മൾ പോണത് ബാക്കിൽ കാണുന്ന ലോറിയിലാണ്. കരിക്ക് കയറ്റി നമ്മൾ ഗുജറാത്തിക്ക് പോണ വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ടപ്പോ നമ്മുടെ ഒരു കമ്പനിക്കാരൻ വിളിച്ചു. നമ്മുടെ കേട്ടി പണ്ട് തൊട്ടുള്ള ഒരു സ്നേഹബന്ധമാണത്. അവൻ വിളിച്ചപ്പോ അവന്റെ ഒപ്പം വരുന്നുണ്ടോ ചോദിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരം ഇങ്ങോട്ട് പോകുന്നു എന്റെ അടുത്തേക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കരിക്ക് കയറ്റാൻ പോണതും പിന്നെ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കാണിക്കണത്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഒന്ന് നടക്കാറിങ്ങിയപ്പോ നമുക്കൊരു സാധനം കിട്ടി. അത് നിങ്ങളെ കൂടി കാണിക്കണമെന്ന്. ഇത് വേണ്ട മുള്ളമ്പന്നിയുടെ മുള്ളാണ്. റാവാരണ്ട അറ്റാക്ക് ചെയ്തിട്ട് വഴിയിൽ ബാക്കി കിടന്നതാണ്. അപ്പൊ നമ്മള് വെറുതെ ഒരു 3-4 കൈ പിടിച്ചു. അപ്പൊ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ തോന്നി. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ചായ കുടിക്കാനുള്ള ഒരു മൂടിൽ ഇറങ്ങിയതാടാ. ഇത് നമ്മുടെ കമ്പനിക്കാരനാടാ കിഷോറ്. ഇവന് ഞാനും ഒരുമിച്ച് പഠിച്ചതാണ്. എന്താവശ്യം ഉണ്ടെങ്കിലും ഇവൻ എന്നെ വിളിക്കും, ഞാൻ ഇവനെ വിളിക്കും. അങ്ങനെ വിളിച്ചിട്ട് ഇവന്റെ ഒപ്പം ഞാൻ വന്നത്. ഇത് ശ്രുതി, ഇവന് നമ്മുടെ കമ്പനിക്കാരാണ്. അബി ദോസ്തനവൻ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ നമുക്ക് ചായ കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ചായ കുടിക്കാനായിട്ട് എത്തിണ്ടാ. ഈ കടയിൽ ചായ കുടിക്കാൻ ഒരു നൊസ്റ്റാൾജിയ മൂഡ്, പണ്ടത്തെ ഒരു മൂഡ് കിട്ടി. ഈ കടയിൽ വന്നപ്പോ പണ്ടത്തെ ഒരു വൈബ്. അത് ഇവിടെ തന്നെ കുടിക്കാന്ന് വിചാരിച്ചു. കാലത്ത് ചായ കുടി കഴിഞ്ഞു. ശരിക്കും വണ്ടി അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കാണ്ടാ. നമ്മളിപ്പോളേ മീനാക്ഷിപുരം ഡാമിലാടാ. വെറുതെ വണ്ടിയിലിരുന്ന് ബോറടിച്ചപ്പോ ചുമ്മാ ബൈക്ക് എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. ഞാനുണ്ട് സുതിമച്ചാനും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് ഇറങ്ങി ഡാമൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അടിപൊളി കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കേ നമ്മുടെ ചെക്കനൊന്ന് സേഫ് ആയിട്ട് വെക്കണം. അപ്പൊ നമ്മുടെ കമ്പനിക്കാരൻ അരുൺ അവൻ നമുക്കൊരു സ്ഥലം സെറ്റ് ആക്കിയുന്നുണ്ട്. അവൻ നമ്മുടെ അഭിദോസ്താണ്. അപ്പൊ അവന്റെ കമ്പനിക്കാരന്റെ വീട്ടിൽ വണ്ടി വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ഇവനെ നമുക്ക് അവിടെ സേഫ് ആയിട്ട് വെക്കുകയും ചെയ്യാം. നമ്മൾ വന്നിട്ട് പിന്നെ ബൈക്ക് എടുത്താലും കുഴപ്പമില്ല. അപ്പൊ അതുവരെ അവൻ അവിടെ സേഫ് ആയിട്ട് ഇരുന്നോളൂ. അങ്ങനെ മച്ചമാരെ നമ്മള് ബാക്കി ലോഡ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകണ്ട. നമ്മളിപ്പോ വണ്ടി എടുക്കാം. അപ്പൊ നമ്മളെ ബാക്കി ലോഡ് കയറ്റാൻ വേണ്ടി തോട്ടത്തിലേക്ക് പോവാ. ഒരു 40 കിലോമീറ്റർ നമുക്ക് ഇവിടുന്ന്. അപ്പൊ കിഷോറിനോട് കുറച്ചുകൂടെ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. അവൻ ഇരുന്ന് ഓടിക്കുന്നല്ലേ. അപ്പൊ പാവൻ ചക്കൻ ഞാൻ ഓടിച്ചോളാൻ പറഞ്ഞു. അവരോട് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. കുറച്ചാണ് ഞാൻ ഓടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ബാക്കി വിഷയങ്ങൾ നമുക്ക് തോട്ടത്തിൽ ചെന്നിട്ട് കാണാം. അപ്പൊ മച്ചന്മാരെ നമ്മള് ബാക്കി ലോഡ് കയറ്റാനായിട്ട് വന്നുട്ടാ. വണ്ടി അവിടെ ഇട്ടു. വെട്ടം കുറവാണ്, ക്ലാരിറ്റി ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ ഇതിന്ന് ലോഡ് കയറ്റി നമ്മുടെ വണ്ടി ഫുള്ളാക്കണം. അത് കഴിഞ്ഞ് നമ്മൾ പായ കയറ്റി ഇവിടെ തെറിക്കും. അപ്പൊ നമ്മളെ ഇപ്പൊ കരിക്കൊക്കെ ലോഡ് കയറ്റി നമ്മള് ഏകദേശം പൊള്ളാച്ചി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കിഷോറായിട്ട് വണ്ടി ഓടിക്കണേ. അപ്പൊ ഇനി പോവാൻ പോണെന്ന് പറയുന്നത് നമ്മള് ഗുജറാത്തിലെ സൂറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാ. നമ്മള് ലോഡ് കയറ്റാൻ പോയപ്പോ നൈറ്റ് ആയി. അപ്പൊ അതുകൊണ്ട് വീഡിയോസ് കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല. തോട്ടത്തില് ലൈറ്റും കാര്യങ്ങളും ശോകാർന്നു. അപ്പൊ ആ കാഴ്ചകൾ നിങ്ങൾ കാണിക്കാൻ പറ്റില്ല. എന്നാലും നമ്മളെ കൊണ്ട് പറ്റാവുന്നതിന്റെ പരമാവധി നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യാടാ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടേ. നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് കയറി കാണാം. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ നമ്മൾ പിന്നെ വരുന്നതായിരിക്കും.